അയ്യോ നോട്ടം തെറ്റിയാ പോകും, നോട്ടം തെറ്റിയാ പോകും, അയ്യോ നോട്ടം തെറ്റിയാൽ പോകും. പോകുമല്ല പോയി. എവിടെ പോയിന്ന്? എടാ നിന്നെ പറ്റിട്ടല്ലടാ കാക്കയെ ഞാൻ പറഞ്ഞത്. ഇത് പറക്കണ കറുത്ത കാക്ക. കാക്കയുടെ പൂച്ചയുടെ കഥ പറയാൻ വന്നതല്ലേ? നിങ്ങളുടെ മോൻ മാധവൻകുട്ടി കാത്തു സൂക്ഷിച്ചു പറഞ്ഞ കുറെ പെമ്മക്കളാ. അതിലൊരെണ്ണത്തിന് തട്ടിക്കൊണ്ട് പോയി. അമ്മുക്കുട്ടിയെ. ആര്? നിങ്ങളുടെ ശത്രുവിന്റെ മോൻ ബാലേന്ദ്രൻ. മാത്രമല്ല താലികെട്ടി അവളെ കൊണ്ട് വീടിന് മുന്നിൽ വന്ന് മാധവൻകുട്ടിയെ വെല്ല് വിളിച്ചിട്ടും പോയി. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എനിക്ക് ലൈസൻസ് കിട്ടിയത് വണ്ടി ഓടിക്കാൻ മാത്രല്ല. അച്ഛനിത് എന്തിനുള്ള പുറപ്പാടാ? പോയേ അച്ഛൻ അങ്ങോട്ട് പോയേ. വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും പോയി ചാടണ്ട. മാറി നിക്കടി. നിക്കാൻ അച്ഛനോട് നിക്കാനല്ലേ പറഞ്ഞത്? അച്ഛൻ ഇത് എന്ത് കരുതിയിട്ടാ അവിടെ ചെന്ന് ചോദിക്കാൻ പോണത്? അമ്മ ചേച്ചിയുടെ സ്വന്തം ഇഷ്ടത്തിന് ബാലേട്ടന്റെ കൂടെ ഇറങ്ങി പോയതാണെങ്കിലോ? ആണെങ്കിൽ അവളെ ഞാൻ കുത്തിമലത്തും. അല്ല വിളിച്ചേട്ടാ, കുട്ടികൾ പറയുന്ന കാര്യമുണ്ട്. അവനും അവളും തമ്മിൽ പ്രേമത്തിലായിരുന്ന സ്ഥിതിക്ക് നമ്മളെ ഒന്ന് ചോദിച്ചാൽ കച്ചറാവില്ല. അതിന് ചോദിക്കാനും പറയാനും ഒന്നല്ല ഞാൻ പോണത്. അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോരാനാ. അങ്ങനെ എന്റെ മാധവൻകുട്ടിയെ തോൽപ്പിക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ തൂക്കിക്കൊണ്ടുവരേണ്ടത് ഇവളല്ല വിളിച്ചേട്ടാ, മറ്റവളെയാ. മറ്റവള? ഏത് മറ്റവള്? അവന്റെ ഒരു പെങ്ങളില്ലേ ഗൗരി, അവളെ. എന്താ? എന്റെ പിള്ളച്ചേട്ടാ, മാധവൻകുട്ടിയുടെ പെങ്ങളല്ലേ അവൻ തട്ടിക്കൊണ്ടു പോയത്. അതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ അവന്റെ പെങ്ങളെ മാധവൻകുട്ടി തട്ടിക്കൊണ്ടു വരട്ടെ. മാധവൻകുട്ടിയുടെ തല അവരുടെ മുമ്പിൽ കുനിയാതിരിക്കണമെങ്കിൽ, അവനും അവന്റെ അച്ഛനും അമ്മയും മാധവൻകുട്ടിയുടെ മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കണമെങ്കിൽ അവളെ മാധവൻകുട്ടി തട്ടിക്കൊണ്ടു വരണം. മാധവൻകുട്ടി തട്ടിക്കൊണ്ടുവരുമോ? ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവരും. നമ്മളോ? പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ട് പറ. ആ പെണ്ണിനെ തൂക്കി എടുത്തുകൊണ്ടൊന്ന് മാധവൻകുട്ടിയുടെ കാലിലിടുന്ന കാര്യം ജബ്ബാറേറ്റ്. ബാക്കിയൊക്കെ മാധവൻകുട്ടി ചെയ്തോളണം. എന്താ എന്ത് ത്യാഗം സഹിച്ചും ആ പെണ്ണിനെ ഇന്ന് രാത്രി നമ്മൾ പൊക്കുന്നു. ഓക്കെ? എന്താ വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. വേണ്ട എന്നാരാ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ. ചെല്ലടാ, ചെന്ന് പൊക്കിക്കൊണ്ടുവാ. അയ്യ, അത് വേലക്കാരത്തിയല്ലേ? എന്നാ വേണ്ട, എന്നാ വേണ്ട. നിന്നെ എത്ര നേരം അമ്മ അന്വേഷിക്കണു? അങ്ങോട്ട് ചെല്ലേ. ഇങ്ങതാ ചേട്ടാ, ഞാൻ അവളെ വിളിക്കട്ടെ? നീ വിളിച്ച അവള് വരൂ. ഞാൻ ശബ്ദം മാറ്റി പെണ്ണിന്റെ ശബ്ദത്തിൽ. എന്നാ വിളിക്ക്, വിളിക്ക്, വേഗം വിളിക്ക്. ഗൗരി, ഇതാണോടാ പെണ്ണിന്റെ ശബ്ദം? എരുമ അമർന്നു പോലുണ്ടല്ലോ. അള്ളാണ് ഈ ശബ്ദമുള്ളൊരു പെണ്ണോട് കൊച്ചിയില് വേണേ കാണിച്ചതാ. കൊച്ചുണ്ടാക്കലടാ കൊരുങ്ങ. ആരെവിടെ? പശുവാണെന്ന് പറ, പശുവാണെന്ന് പറ. അതെ, പശു. ഒറ്റ പീക്കൂച്ചല്ലോ. ആരാന്നാ ചോദിച്ചത്? പശുക്കിടാവും, പശുക്കിടാവും. എന്തത്? തള്ളപ്പശു, തള്ളപ്പശു. അയ്യോ, കിടാവും തള്ളെ അഴിഞ്ഞു പോന്നാ തോന്നുന്നത്. പശു കൊമ്പ്. മൂടിക്ക്, മൂടിക്ക്. ആശ മുമ്പോട്ട് കയറിക്കോ. പിടിക്കടാ, പിടിക്ക്. മോനെ മാധവൻകുട്ടി, അച്ഛനുണ്ടാ നിന്റെ കൂടെ. ഒരു പട്ടിയും നിന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ജബാറെ, ഇങ്ങെടുത്തോടാ. പിള്ളച്ചേട്ടാ, എനിക്ക് ഒറ്റയ്ക്ക് ബന്ധുല്ല. പിള്ളച്ചേട്ടൻ കൂടി വാ. നിക്ക്, ഞാനിപ്പോ കൊണ്ടുവരാം. എന്താ ഇത്? ഇങ്ങനെ വളച്ചോടിക്ക്. എന്തായി ചുമന്നുകൊണ്ട് വരുന്നത്? എന്തായിരുന്നാ ചോദിച്ചത്? ഇതാണ് പകരത്തിന് പകരം. നിന്റെ പെങ്ങളെ അവൻ തട്ടിക്കൊണ്ടുപോയില്ലേ, അതിന് പകരം അവന്റെ പെങ്ങളെ ഞങ്ങളും തട്ടിക്കൊണ്ടുപോകും. വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? തുറക്കടാ, സാധനത്തിലാണ്. ഇനി ഇവളെയും ചോദിച്ചു വരണവന്മാരുടെ മുഖത്ത് നീ കാറി തുപ്പണം. എല്ലാറ്റിനെയും നിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കണം. ഒക്കെ ഈ ജബാറിന്റെ ഐഡിയ. എങ്ങനെയുണ്ട് ഐഡിയ? ഇവിടെ ഒന്നും വേണ്ട ഇതിനെ കൊണ്ടുപോവാൻ. മോനെ മാധവരുത്. അച്ഛനാണെന്ന് ഞാൻ നോക്കൂല. തോന്നിയാസം ചെയ്തു വന്നിരിക്കുന്നു. എടോ, നോക്കി നിൽക്കാണ്ട് കെട്ടിവെച്ചോളാം. വീട്ടിൽ കൊണ്ടാക്കടോ. ജബ്ബാറെ, നിന്ന് ലേലം വിളിക്കാണ്ട് കെട്ടിവെച്ചു വിടാൻ. ഈ പണ്ടാവത്തിന് പോകാൻ ദേവോട് കയറി പോയി ചെന്ന് പിടിച്ച് പുറത്താക്കവനെ ചെല്ല്. അയ്യോ എന്റെ അമ്മേ!
അവിടെ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് അവളെ പിടിച്ച് പുറത്താക്കാൻ. അങ്ങനെ ഇനി എന്നെ പുറത്താക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. ഞാൻ ഇനി ഈ വീട്ടിലാ ജീവിക്കാൻ പോകുന്നത്. വേണമെങ്കിൽ കണ്ടോ. മര്യാദക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കിക്കോണം. ഇല്ലെങ്കിൽ കണ്ടിനാ ഞാൻ. പിള്ളച്ചേട്ടാ ജബ്ബാറേ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ചവിട്ടി പൊളിക്കടാ വാതില്. ആ ഇങ്ങോട്ട് ഇറങ്ങടി. ഞാൻ കടിക്കും. പിന്നെ കടിച്ചു പിള്ളച്ചേട്ടാ. എന്തിനാടാ അവളുടെ വായയിൽ കൈവയ്ക്കണേ പോത്തെ? ഇത്രയും ബലം പിടിക്കാൻ നീ ആരടി? ആറ്റുമണമ്മേ കുഞ്ഞിരാമന്റെ ഭാര്യ ഉണ്ണിയാർച്ചയോ? ഞാൻ വരില്ല. എന്നെ ഇവിടെ പുറത്താക്കാൻ നോക്കണ്ട. ഞാൻ വരില്ല. നോക്കി മനസ്സ് നിൽക്കാണ്ട് ചെന്ന് പിടിക്കടാ പോത്തെ. ഇങ്ങോട്ട് മാറടാ അങ്ങോട്ട്. പിടിക്കടാ അവളെ, പിടിക്കോ. നിന്നോട് അവനെ പിടിക്കാൻ ആരാടാ പറഞ്ഞത്? ചെന്ന് അവളെ പിടിക്കാൻ. ഇതെന്തൊരു പാടാണ് നോക്കിക്കേ. ഇവിടെ വാടി. എന്നെ അല്ല പിടിക്കേണ്ടത്, അവളെ. തട്ടിക്കൊണ്ടുവന്ന് നിന്നെ വലിച്ചു കൊണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ മോളെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ തൂണം കൊണ്ട് പറിച്ചെടുക്കാം, അതായിരിക്കും എളുപ്പം. പോടെ പൊട്ട, ഒത്തു പിടിക്കടാ, ചത്തു പിടിക്കണം. ഗൗരിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ഗൗരി, 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 ഗൗരി. തൃപ്തിയായില്ലേ? ഇപ്പൊ തൃപ്തിയായില്ലേ? ചെന്നോ, അവരുമായിട്ട് എന്താന്ന് വെച്ചാ അയക്കോ. എന്നെ നോക്കണ്ട, എന്നെ വിളിക്കാൻ വേണ്ട ഒന്നിനും. അയ്യോ, ദേ കെട്ടിയിട്ടിരിക്കുന്നു, കയ്യും കാലം പിടിച്ച് തൂണി കെട്ടിയിട്ടിരിക്കുന്നു. പാടാ. എന്താണ് നോക്കിയിരിക്കുന്നത്? ചെല്ല് ബാലേന്ദ്ര, കേറി ചെന്ന് നിന്റെ പെങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവാ. ചെല്ല്. എന്നിട്ട് എന്തിനാ ഇനി അവളെ തിരിച്ചു കിട്ടിയിട്ടും വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടും എന്തിനാ? മനസ്സില്ലടാ, ഇനി അവളെ ഇവിടെ തിരിച്ചു കൊണ്ടുപോകാൻ എനിക്ക് മനസ്സില്ല, മനസ്സില്ല. ശരിയാ, ഇവിടുന്ന് ഒരു പെണ്ണിനെ ഞാൻ പിടിച്ചിറക്കി കൊണ്ടുപോയി. അതിന് പകരം വീട്ടുകയാണെങ്കിൽ അതിങ്ങനെയല്ല. അയാളുടെ പെങ്ങളെ താലി കെട്ടിയാണ് ഞാൻ കൂടെ താമസിപ്പിക്കുന്നത്. അതുപോലെ അയാളും ചെയ്യട്ടെ. എന്റെ പെങ്ങളെ താലി കെട്ടി കൂടെ താമസിപ്പിക്കട്ടെ. ആണാണെങ്കിൽ അന്തസ്സും അഭിമാനവും തറവാടിത്തവും ഉള്ളവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. താലി കെട്ടി കൂടെ താമസിപ്പിക്കാണ് വേണ്ടത്. അച്ഛാ, സകലതും നശിപ്പിച്ച നമ്മുടെ ഗൗരിയുടെ ജീവിതം തകർന്നച്ചാ. ദേ, ഒരു പുരുഷൻ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ച ഒരു പെണ്ണിനെ ഇനി ആരെങ്കിലും കെട്ടുവോ? ആര് കെട്ടാൻ? കൊള്ളാവുന്നിടത്തുനിന്ന് ഏതെങ്കിലും ഒരു കല്യാണാലോചന വരുവോ? എവിടെ വരാൻ? ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. അവളെ ഇവിടെ വിട്ടേക്ക്, അവൾ ഇവിടെ ജീവിച്ചോട്ടെ. താലിയൊക്കെ ഒരു കുട്ടിയായിട്ട് കെട്ടിയാലും മതി, തൽക്കാലം ഒരുമിച്ച് താമസിക്കട്ടെ. ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ സമ്മതിച്ചു. എല്ലാരും പിരിഞ്ഞു പോയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. എല്ലാരും കണ്ടാണല്ലോ. പിരിഞ്ഞു പോയ, പിരിഞ്ഞു പോയ. ഗുഡ് നൈറ്റ്. എന്താ ഇവളെ ഇവിടെ താമസിപ്പിക്കണോ അല്ലേ? ഞാൻ താലി കെട്ടി കൂടെ താമസിപ്പിക്കണം അല്ലേ? അതിനെന്റെ പട്ടി വരോടാ, പട്ടി. വാടയുടെ കൊണ്ടുപോടാ നിന്റെ മകളെ. കൊണ്ടുപോയി പൊട്ടക്കണ്ടി കെട്ടിത്താഴ്ത്ത്, ഇല്ലെങ്കിൽ കുഴിവത്ത് മൂട്. ഇതാ, വേറെ ആരും അല്ലടാ, ഞാൻ തന്നെ അവളെ പിടിച്ചോണ്ട് വന്നത്. എന്റെ പെങ്ങളെ പിടിച്ചോണ്ട് വന്നവന്റെ പെങ്ങളെ ഞാൻ പിടിച്ചോണ്ട് വന്ന് മുറിയിലിട്ട് പൂട്ടി. പിന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു. ആർക്കാടാ ചോദിക്കേണ്ടത്? ആർക്കാണ് അറിയേണ്ടത്? ഇറങ്ങി പോടാ എന്റെ കുടുംബത്തിൽ നിന്ന്. ഇറങ്ങി പോകാൻ എന്റെ മുറ്റത്ത് നിന്ന്. ഇങ്ങോട്ട്